ജില്ലാ ആസ്ഥാനത്ത് ദേശീയപാതയോരത്തെ കയ്യേറ്റങ്ങൾ ഒഴിപ്പിച്ചു. അടിമാലി കുമ്മളി ദേശീയപാതയിൽ ചെറുതോണി മുതൽ ആലഞ്ചുവട് വരെയുള്ള ഭാഗത്തെ ഷെഡുകളും കടകളുമാണ് റവന്യൂ ഉദ്യോഗസ്ഥരും പോലീസും ചേർന്ന് ഒഴിപ്പിച്ചത്. ജില്ലാ ആസ്ഥാനത്ത് ദേശീയപാതയോരത്തെ കയ്യേറ്റങ്ങൾ ഒഴിപ്പിച്ചു. അടിമാലി കുമ്മളി ദേശീയപാതയിൽ ചെറുതോണി മുതൽ ആലിൻചൂട് വരെയുള്ള ഭാഗത്തെ ഷെഡുകളും കടകളുമാണ് റവന്യൂ ഉദ്യോഗസ്ഥരും പോലീസും ചേർന്ന് ഒഴിപ്പിച്ചത്. അടിമാലി കുമ്മളി ദേശീയപാതയിൽ ചെറുതോണി പാലത്തിന് സമീപമുള്ള അനധികൃത കയ്യേറ്റങ്ങളാണ് പൊളിച്ചു നീക്കിയത്. കയ്യേറ്റങ്ങൾ പൊളിച്ചു നീക്കുവാൻ ഇവർക്ക് മുൻപ് നോട്ടീസ് നൽകിയിരുന്നു. എന്നാൽ നിശ്ചിത സമയം കഴിഞ്ഞിട്ടും കയ്യേറ്റങ്ങൾ പൊളിച്ചു നീക്കാതിരുന്നതിനാലാണ് റവന്യൂ ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശപ്രകാരം ഇടുക്കി പോലീസിന്റെ സഹായത്തോടുകൂടി വ്യാപാരശാലകൾ പൊളിച്ചു നീക്കിയത്. 2018 കാലവർഷത്തിൽ ഇവിടം പൂർണ്ണമായി തകർന്നിരുന്നു. തുടർന്ന് കഴിഞ്ഞ വർഷമാണ് പുതുതായി റോഡ് പുനർനിർമ്മിച്ചത്. പിന്നീട് തദ്ദേശവാസികളായ ഓരോരുത്തരും ഇവിടെ താൽക്കാലിക ഷെഡുകൾ കെട്ടി കച്ചവടം ആരംഭിച്ചു. ഉപജീവനത്തിനായി പ്രദേശവാസികൾ കെട്ടിയ കടകളാണ് ഇപ്പോൾ പൊളിച്ച് മാറ്റിയിരിക്കുന്നത്. ഒരു സ്ഥലത്ത് പോയിട്ട് 500 രൂപ കിട്ടി കൊടുക്കണം. ആണെ ആസ്പത്രിയിലൊന്നും പോകാനില്ല. അല്ല എന്നെ ചെയ്യുന്നത് വേറെ യാതൊരു മാർഗം എനിക്ക് കെട്ടിയൊന്നുമില്ല. നിർത്തിപ്പോയി. ഇത് 2 മക്കളുണ്ട്, അവർ വേറെയാണ്. എവിടെയായിരുന്നു കട? കടയുടെ എന്തൊക്കെയായിരുന്നു കച്ചവടം? കച്ചവടം കരിക്ക്, കാൽച്ചായ, വീടിൽ ചെട്ട് എല്ലാം ഉണ്ട്. ഇനി അടുത്ത മുമ്പോട്ടുള്ളത് എങ്ങനെയാണ് ജീവിതം? ഒന്നും എന്ത് ചെയ്യുമെന്നൊരു പിടിയില്ല. അങ്ങനെ ഇരിക്കുക. കഴിഞ്ഞ ആഴ്ച വെത്താം വല്ല വിഷമം മേടിച്ച് കുടിക്കുക എത്തെങ്കിലും. ഇനി ഓർത്ത് രാമൻ എത്തങ്ങാൻ പോയി ചാടിച്ച് എത്തെങ്കിലും എനിക്ക് എന്നാ പറയുന്നു. കാരണം ഒന്നും എടുക്കാൻ വയ്യ. നട്ടലിൽ അകന്നിരിക്കുക. നട്ടലിന് വേദനയാണ്, എല്ലാവർക്കും അറിയാതെ. അതുകൊണ്ടാണ് ഞാൻ ഈ കട വെച്ചപ്പം അവരൊന്നും പറയാനില്ല. കാരണം അവർ മാറ്റി തരണമെന്ന് പറഞ്ഞു. തന്നേക്കാൻ പറയുന്നത് അവർ നോട്ടിച്ച് കൊണ്ടൊന്നും കൊടുക്കുകയും ചെയ്യും. എന്ത് ചെയ്യാൻ പറ്റും? കഞ്ഞിക്ക് പോലും വീട്ടിൽ നിവർത്തിയില്ല. ഞാൻ നോക്കിയിട്ട് എന്ത് ചെയ്യും, എങ്ങോട്ട് പോകുന്നൊരു പിടിയില്ല. അത് ഉന്തിക്കൊണ്ട് പോയത് ആ കടയുടെ ഒരു വീട് കൊടുക്കുന്നു. എന്നാൽ അധികൃതരുടെ ഈ നടപടിക്കെതിരെ വൻ പ്രതിഷേധമാണ് നാട്ടിൽ ഉയരുന്നത്. ചെറുതോണി പാലത്തിൻ്റെ ഇപ്പുറത്ത് നമ്പറ്റൂർ വരെ ഒരു 10-12 കട ഇവിടെ ഏകദേശം ഒരു കൊല്ലമായിട്ട് ചെറിയ പെട്ടിക്കട നടത്തിക്കൊണ്ട് ഇരിക്കുകയാണ്. ആ പെട്ടിക്കട നടത്തുന്നവർ വളരെ നിർദ്ധരായ ആൾക്കാരും 10-70 വയസ്സ് കഴിഞ്ഞ ആൾക്കാരാണ്. വലിയ കച്ചവടമൊന്നുമില്ല. എന്നാൽ ഒരു ചായ എന്തെങ്കിലും കൊടുത്താൽ അവർ വൈകുന്നേരം ആകുമ്പോൾ ഒരു കിലായിരിക്കും എന്തെങ്കിലും കിട്ടിയാൽ കൊണ്ടുപോകും എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അങ്ങനെ അവർ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ അവർക്ക് ഇവിടെ ഇവരെ മാറ്റി വിടണമെന്നുണ്ടെങ്കിൽ കെട്ടിയപ്പോഴേ അവർക്ക് മാറ്റി വിടായിരുന്നു. അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ മഴ സീസണിന് മുമ്പ് സമയമുണ്ടായിരുന്നു. ഇപ്പോൾ ഈ കൊടും മഴയത്ത് ഇവരെ ഇറക്കി ഈ പാചകം ചെയ്ത് അവരുടെ എന്തോ ഒരു വിരോധം കാണിച്ച പോലെയാണ്. എന്നെ സംബന്ധിച്ച് നോക്കി, ഞാനോ എൻ്റെ പാർട്ടിയെ സംബന്ധിച്ച് നോക്കാമെങ്കിൽ എൻക്രോച്ച്മെൻ്റ് ഒഴിപ്പിക്കുന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് യാതൊരു എതിർപ്പുമില്ല. അതെ, ഞാനിവിടുത്തെ ഒരു ജീവനക്കാരനായിരുന്നു. ഇപ്പം പറമ്പത്ത് വന്ന് കച്ചവടം ചെയ്ത് ഒരു അരി മേടിക്കാൻ ഞാൻ ഒന്നാമത്തെ കാര്യം ജോലി. എനിക്കൊരു അറ്റാക്ക് വന്നിട്ട് 2 ബൈപ്പാസും നടത്തി. ഞാൻ ബൈപ്പാസും നടത്തി. പിന്നെ കൊറോണ പിടിച്ച് അതിൻ്റെ മരുന്ന് കഴിച്ച് ഇപ്പം എല്ലാം കൊണ്ട് ഷുഗറും പ്രഷറുമായിട്ട് ഇരിക്കുന്ന ഒരാളാണ് ഞാൻ. എനിക്ക് ജീവിക്കാൻ ഒരു മാർഗ്ഗവും ഇല്ലാതെ വന്നപ്പോഴാണ് ഞാൻ ഇങ്ങനെ ഒരു മാർഗ്ഗം. ഞാൻ ഇതിനു മുമ്പും 18-ന് മുമ്പ് എനിക്കിവിടെ കടയും വീടും ഉണ്ടായിരുന്നു. അതിൽ നിന്ന് ഞങ്ങൾക്ക് കാര്യം 10 ലക്ഷം രൂപ സർക്കാരിൽ നിന്ന് വന്നാണ് ഞങ്ങൾക്ക് വേറെ മാറി താമസിക്കാനുള്ള സംവിധാനം ചെയ്തു. പക്ഷേ എന്നാലും ജീവിക്കാൻ അവിടെ ഒന്നും ഒരു മാർഗ്ഗമില്ല. ഇവിടെ യാതൊരുവിധ കൂലിപ്പണികളോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇതെല്ലാം അന്യ സംസ്ഥാനക്കാർ വന്ന് പണിയെടുക്കുകയും അവർ കൂലി വാങ്ങിക്കൊണ്ട് പോയി നമ്മുടെ നാട്ടിലെ കാശ് അവർ കൊണ്ടുപോവുകയും ചെയ്യുന്നു. നമ്മൾ ഇവിടെ കിടക്കുന്ന ആളുകൾക്കോ ഇവിടെ ജനിച്ചു വളർന്ന ആളുകൾക്കോ അതുങ്ങളുടെ തലമുറകൾക്കോ നമുക്കിവിടെ ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണ് ഞങ്ങളിപ്പോൾ ഇവിടെ കഴിയുന്നത്. ഇതിപ്പോൾ എന്നത്തിൻ്റെ ആണെന്ന് ഇവർ പറയുന്നുണ്ട്. എന്നത്തിൻ്റെ ആണെങ്കിൽ പോലും ഞങ്ങൾ ഈ റോഡിൽ നിന്ന് മാറിക്കൊടുക്കാൻ ഈ മഴ കഴിഞ്ഞിട്ട് ഞങ്ങളോടൊന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഞങ്ങൾക്ക് ഏറ്റവും വലിയൊരു ആശ്വാസമായിരുന്നു. ഇത് ഈ കൊടും മഴയത്ത് എല്ലാവർക്കും അറിയാം, മനസാക്ഷി ഇല്ലാത്തൊരു ഭാഗമാണ് ഇപ്പോൾ ഈ കാണിച്ചു വെച്ചിരിക്കുന്നത്. ഞങ്ങൾ ഇവിടെ 8-10 കടക്കാരുണ്ടായിരുന്നു ഈ സൈഡിൽ. എല്ലാവരും ഓരോ കാലിച്ചായ കൊടുത്ത് ജീവിക്കുന്ന ആളുകൾ, അല്ലാതെ ഞങ്ങൾക്കൊന്നും വേറെ ഒരു മാർഗ്ഗമില്ല. 10 ലക്ഷം രൂപ എന്നെങ്കിലും ഞങ്ങളൊരു വീട് മേടിച്ചത് ഉണ്ടാക്കിയത് തന്നെ ഞങ്ങൾക്കറിയാം. എൻ്റെ കഷ്ടപ്പാട് കടം മേടിച്ചപ്പോൾ തന്നെ 6-4 ലക്ഷം രൂപ അതിലായിട്ട്. പട്ടയഭൂമി വേണം, വാർത്ത കെട്ടിടം വേണമെന്നൊക്കെയാണ് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് പറഞ്ഞത്. ഞങ്ങളതെല്ലാം എങ്ങനെയെങ്കിലും നടന്നത്. ഇപ്പോഴും സർക്കാരിന് കടമായിട്ടാണ് ഞങ്ങൾ കിടക്കുന്നത്. ഞങ്ങൾക്ക് 1 കിലോ അരിക്ക് മാർഗം തേടി ഞങ്ങൾ വന്ന് ഇങ്ങനെ ഇരുന്ന് വെറുതെ കിടക്കുന്ന സ്ഥലത്ത് ഞങ്ങൾ കയറി ഇരുന്ന സത്യമാണ്.
ഇല്ലെന്ന് പറയുന്നില്ല. NH-കാരുടെ പണി വരുമ്പോൾ ഞങ്ങൾ ഇത് ഒഴിവാക്കി കൊടുക്കുകയും വേണ്ടിയതാണ്. അത് ഞങ്ങൾ ചെയ്തുകൊണ്ട് തന്നെ. പക്ഷേ ഈ കൊടുമഴത്തെ ഞങ്ങൾ ഇറക്കി വിടുക എന്ന് പറയുന്നത് ഇത് ബ്രിട്ടീഷുകാരൻ ചെയ്തതിനേക്കാളും കഷ്ടമായ ഒരു നടപടിക്രമമാണ് ഇപ്പോൾ ഈ നടന്നത്. ഏത് പാർട്ടി ഭരിച്ചാലും ആര് ഭരിച്ചാലും ഞങ്ങൾക്ക് പറയാനുള്ള ഇത് മാത്രമേ ഉള്ളൂ. ബ്രിട്ടീഷുകാർ ഇത്രയും പ്രവൃത്തി ചെയ്തിട്ടുണ്ടോ എന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. ഞങ്ങൾ ആ തലമുറകളുടെ മക്കളാണ്. ഇടുക്കി ഡാമിൽ ആദ്യമായിട്ട് ഹൈറേഞ്ച് വെട്ടിക്കയറിയ ആളുകളുടെ മക്കളാണ് ഞങ്ങൾ. മക്കളും കൊച്ചുമക്കളും ഒക്കെയാണ് ഞങ്ങൾ. ഞങ്ങൾക്ക് ഇന്നുവരെ ഇവിടെ ജീവിക്കാനോ വരുന്നവർക്കല്ല ഞങ്ങൾക്കൊന്നും ജീവിക്കാൻ യാതൊരു മാർഗ്ഗവും ഇവിടെ കണ്ടെത്തിയിട്ടില്ല. ഞങ്ങൾക്ക് ഇന്നുവരെ സ്വന്തമായെന്ന് പറഞ്ഞാൽ ഒന്നുമില്ല. ചെറുതോണിയിലെ വമ്പൻ കയ്യേറ്റങ്ങൾക്ക് നേരെ കണ്ണടച്ച അധികൃതരാണ് നിർധനരായവരെ ഒഴിപ്പിച്ചതെന്നും മുൻപ് നോട്ടീസ് ലഭിച്ചിട്ടില്ലെന്നും ഇവർ ആരോപിച്ചു. ചെറുതോണി ടൗണിൽ ദേശീയപാതയുടെ വികസനത്തിന് തടസ്സമായി നിരവധി കയ്യേറ്റങ്ങൾ കാലങ്ങളായി നിലനിൽക്കുകയാണ്. ഇതുകൂടി പൊളിച്ചു മാറ്റിയില്ലെങ്കിൽ നിയമ നടപടികൾ തേടുമെന്നാണ് നാട്ടുകാർ പറയുന്നത്. മലനാട് ന്യൂസ്, ഇടുക്കി. You are watching India's first NGO television, Malanad TV India.